വിപിൻ സി വിജയൻ തുടരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപിൻ, അങ്ങനെ കോടതി ചില കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷന് പറയാനുള്ളത് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദം തുടരുകയാണ്. വിപിൻ, അതെ, പ്രോസിക്യൂഷനോട് ഇപ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. അനുജ, പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചിരിക്കുന്നു. അതായത് ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇതിനു മുൻപ് തനിക്ക് മറ്റ് കേസുകളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷനോട് ഒരു വ്യക്തത ചോദിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് ചോദിച്ചിരിക്കുന്നു. ഇത് 6 പേർ കൂടി ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചന, അത് ഒരു കൂട്ടബലാത്സംഗത്തിൽ കലാശിച്ചു എന്നുള്ളതിൽ കോടതി കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തി കൃത്യമായി തന്നെ അത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിലെ കുറ്റവാളി പൾസർ സുനിയാണ്. പൾസർ സുനി ആ ബലാത്സംഗം ചെയ്യുന്നു. അതിന് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ സഹായം ചെയ്യുന്നു, പല രീതിയിൽ അതിൽ സഹായം ചെയ്യുന്നു. ഇവർ 6 പേർ കൂടി ചേർന്നൊരു ഗൂഢാലോചന നടത്തുന്നു. ആ ഗൂഢാലോചന അപ്പോൾ ഒന്നാമത്തെ പ്രതി അത്തരത്തിലൊരു പ്ലാൻ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് മറ്റു പ്രതികൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും കണക്റ്റാണ്. അതുകൊണ്ട് തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് തുല്യമായിട്ടുള്ള ശിക്ഷ നൽകണം എന്നുള്ളത് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ആ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 6 പ്രതികൾക്ക് ജീവപര്യന്തം നൽകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇവരുടേതായിട്ടുള്ള കുറെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ നടത്തിയ പ്രതിഭാഗം പറഞ്ഞിരുന്നു. ഈ 6 പേരും അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. അത് കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം കേൾക്കുന്നത്. ഈ കൂട്ടബലാത്സംഗത്തിലാണ് കൂടുതലായിട്ടുള്ള വാദം ഇപ്പോൾ നടക്കുന്നത്. അത് ഒരാൾക്ക് മാത്രമാണോ അതോ 6 പേർക്കും അതിൽ നിലനിൽക്കുമോ എന്നുള്ളതിലാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ചിട്ടുള്ള വാദത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വാദം നടന്നിട്ടുള്ളത്. ഈ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട അത് ഒന്നാമത്തെ പ്രതി ചെയ്യുന്നു. അതിൽ മറ്റുള്ളവരുടെ റോള്, അവരുടെയൊക്കെ പങ്കാളിത്തത്തിനനുസരിച്ചിട്ടല്ലേ ശിക്ഷ വിധിക്കേണ്ടത് എന്നുള്ളത് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. അപ്പോഴാണ് ഒന്നാമത്തെ പ്രതി മുതൽ 6ാമത്തെ പ്രതി വരെ ഇതിലൊരു ഗൂഢാലോചന നടത്തുന്നു. അതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഈ കൂട്ടബലാത്സംഗം വരുന്നത്. അതുകൊണ്ട് 6 പേർക്കും ഒരുപോലെയുള്ള ശിക്ഷ നൽകണം എന്നുള്ളത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ സമയം അതുമായി ബന്ധപ്പെട്ട് വേണം ഇതിന്റെ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കോടതി മുൻപാകെ അവതരിപ്പിച്ച ശേഷവും കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം? ഏത് ഘട്ടത്തിലാണ് ഈ പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വിധിക്കേണ്ടത് എന്ന ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അതിജീവിത നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീ അവർ കടന്നുപോയത് കടുത്ത പ്രതിസന്ധിയിലൂടെ, കടുത്ത മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയത്. അതിന് കാരണം ഈ പ്രതികളാണ് എന്നുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു. ഈ രീതിയിലുള്ള ചർച്ചകൾ, ഈ രീതിയിലുള്ള വാദങ്ങൾ ഇപ്പോഴും കോടതിയിൽ നടന്നു വരികയാണ്. അപ്പോൾ കൂടുതലായും ഓരോ ആളുകൾക്കും അവരുടെ പങ്കാളിത്തത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ശിക്ഷ വിധിക്കേണ്ടത് എന്നുള്ളത് കോടതിയുടെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാദത്തിന് സമയം പ്രോസിക്യൂഷൻ ചോദിക്കുകയായിരുന്നു. എന്നാൽ കൂടുതൽ സമയം നൽകാൻ കഴിയുകയില്ല. ഇന്ന് തന്നെ ഈ ശിക്ഷയിൽ വിധി ഉണ്ടാകും എന്നുള്ളത് വിചാരണ കോടതി ജഡ്ജ് ഇപ്പോൾ ഹണിയം വർഗീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ഈ വിധി പറയാൻ മാറ്റിവെക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. ഇന്ന് തന്നെ ഈ വിധി വരികയാണെങ്കിൽ അതിലെ വിധിപ്പകർപ്പ് വരും. എവിടെയൊക്കെയാണ് ഈ 7.5 വർഷത്തെ വിചാരണ കാലയളവിൽ എവിടെയാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് കൂടുതൽ ഈ 6 പേർ ചേർന്നാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്, അതിന് പുറത്ത് ഒരു ഗൂഢാലോചന ഇല്ല എന്നുള്ളത് കോടതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിപിൻ, ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്ന യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുകയാണ് പ്രോസിക്യൂഷൻ ഈ വേളയിലും കോടതിയിൽ എന്നതാണ്. ഒപ്പം തന്നെ നേരത്തെ വിപിൻ പറഞ്ഞതുപോലെ അതിജീവിത കടന്നുപോയ ഈ കഴിഞ്ഞ 8ലേറെ വർഷങ്ങൾ കടന്നുപോയത് എങ്ങനെയാണ്, കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. ഈ പ്രതികളാണ് അതിന് കാരണം. സ്ത്രീയുടെ ശരീരത്തിൽ സമ്മതമില്ലാതെ തൊടാൻ പാടില്ല എന്ന നിയമം, അത് പ്രോസിക്യൂഷൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറയുകയാണ്. വളരെ പ്രധാനമാണ് വിപിൻ. അതെ, തീർച്ചയായിട്ടും ഇതിലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ശിക്ഷാവിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതായത് സ്വാഭാവികമായിട്ടും അപ്പീലുമായി അത് ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യം സർക്കാർ തീരുമാനിച്ചതാണ്. അതിൽ പ്രോസിക്യൂഷനും നടിയുടെ അഭിഭാഷകയും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതുമാണ്. ഇപ്പോൾ അതിൽ യഥാർത്ഥ കുറ്റവാളി ഈ 6 പേരല്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ വീണ്ടും കോടതിയിലെ വാദത്തിനിടയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോടതിയുടെ കണ്ടെത്തൽ. കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ 6 പേർ, അതായത് ഈ കൃത്യത്തിൽ പങ്കെടുത്ത 6
പേർ ചേർന്ന് ഈ ഒരു പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാനും ബലാത്സംഗം ചെയ്യാനും പിന്നീട് ആ ദൃശ്യങ്ങൾ കാണിച്ച് പണം വാങ്ങുന്നതിനുമായി ഒരു ഗൂഢാലോചന നടത്തുന്നു. അതിൽ കൂട്ടബലാത്സംഗത്തിലേക്ക് അത് കലാശിക്കുന്നു, അവർ പിടിയിലാകുന്നു. ഇതിനപ്പുറത്തേക്ക് അത് മറ്റൊരാൾ ഇല്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. അതിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഒരു സംശയം പോലും ഇല്ലാതെ തന്നെ ഇതിൽ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസ് വിധിച്ച സമയത്ത് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെ ഗണ്ഡിക്കുന്ന വിധം തന്നെ ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു, ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഇനി ഇത് ഹൈക്കോടതിയിൽ എത്തും എന്നുള്ളതിന് തൊട്ടു മുൻപായിട്ടാണ് പ്രോസിക്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഇന്നത്തെ ഈ ശിക്ഷാവിധിയുടെ വാദത്തിന്റെ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ വിധി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീയുടെ ശരീരത്തിൽ സമ്മതമില്ലാതെ തൊടാൻ പാടില്ല എന്നതാണ് നിയമം. അതുകൊണ്ട് തന്നെ ആ കൊടും കുറ്റവാളികളാണ്, അവർക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അവസാനമായി പറഞ്ഞു വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.